നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനമാണ്. ഇതിന് പകരം നമ്മുടെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മളെ കടലുണ്ടല്ലോ, പുട്ടിൻ്റെ കടല അങ്ങനത്തെ കിട്ടും. ആ ഒരു കടല ഉപയോഗിച്ചിട്ട് ഈ ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു ഈജിപ്ഷ്യൻ ഐറ്റാണ്, അവിടെയാണ് ഇത് കിട്ടുക ഈ സാധനം. എന്താണ് പേര് മറന്നോ? താമിയ. അതേപോലെ ഫലാഫിൽ എന്ന് പറയും, താമിയ പറയും. പക്ഷെ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. പക്ഷെ കഴിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അതില് ഇതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുക, പിന്നെ വെറുതെ കഴിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതൊരു ഈജിപ്ഷ്യൻ സാധനമാണ്. ഇതിനാണ് ഫൂൽ എന്നറിയാം. ഇത് തോടുള്ള ഫൂലാണ് ഈ കാണുന്നത്. ഇനി തോടില്ലാത്ത ഫൂലാണ്. ഇത് തോടില്ലാത്ത ഫൂലാണ്. ഞാൻ എൻ്റെ ഈജിപ്റ്റ് യാത്ര പോയ സമയത്ത് അവിടുന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടെന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് താമിയാണ്. താമിയ കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുക. അപ്പോൾ താമിയ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണാം. കുറച്ച് മല്ലിയിലയും ഒരു പണ വെളുത്തുള്ളിയും ഒരു വലിയ ഉള്ളിയും ഇത് ഞാൻ ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് ചേർത്താണ് ഈ കാണുന്നത്. തോട് ഊരിയിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നില്ല. ഇത് ഇടുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും. വെള്ളത്തിലിട്ട് ഇത് ചേർത്ത് വരുന്നതാണ്, സാധാ വെള്ളത്തിൽ. ഇനി ഞാൻ മിക്സിയിൽ ഇത് ആദ്യം ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും മല്ലിയുടെ അലയും ഒന്ന് മിക്സിയിൽ വെള്ളം കൂട്ടാതെ അരക്കുകയാണ്. ഒരു ഗ്ലാസ് 250 മില്ലിൻ്റെ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഫൂല് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഇനി ഫൂല് അരക്കുകയും ചെയ്യാം. ഇതാണ് മിക്സിയിലേക്ക് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത ആ ഫൂല് ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് അടിച്ചെടുക്കുകയാണ്. അധികം അരയേണ്ട, ഒന്നിങ്ങോട്ട് അരഞ്ഞാൽ മതി. സാധാരണ നമ്മൾ കീമ അരക്കുന്ന മെഷീൻ ഉണ്ട്, അതിലാണ് അവിടെയൊക്കെ സാറിന് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്നൊരു എപ്പിസോഡ് മുമ്പേ കാണിച്ചിരുന്നുണ്ട് ഈജിപ്റ്റ് യാത്രയിൽ. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രിപ്പ്, കുറച്ച് കുറച്ചായിട്ട് അരക്കുക എന്നുള്ളത്. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. അപ്പോൾ ഇതാണ് സംഭവം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഇനി സ്വല്പം അപ്പക്കാരം ഇടണം. ഒരു സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഇത് പൊരിക്കുന്ന സമയത്ത് കാണാൻ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത് റൊട്ടീൻ്റെയും പിന്നെ ബന്നിൻ്റെ ഉള്ളിലിട്ടിട്ട് സാൻഡ്വിച്ചായി കഴിക്കലാണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് അടച്ചു വെക്കുകയാണ് ഞാനിനി. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്ന 2 തരത്തിൽ. അതേപോലെ ഒരു പ്ലാസ്റ്റിക് കത്തിയെടുത്ത് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അങ്ങനെ നേരെ എണ്ണയിലേക്ക് ഇടാം. പിന്നെ അതുപോലെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതേപോലെ ബോൾ ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കുക. നമ്മളെ സൗകര്യം പോലെ ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക. സ്വല്പം ഞാൻ കപ്പക്കാരിട്ടതാണ് അതിലേക്ക്. ഇനി അടുപ്പ് എത്തിച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക്, ഇതിപ്പോൾ ഞാൻ കത്തിയോണ്ട് ഇങ്ങനെ ചരിച്ചിട്ടൊരു നീളത്തിലുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവിടെ ആ ഒരു ഷേപ്പിലാണ് അവിടെ ഉണ്ടാക്കുന്നത്, പൊരിക്കുന്നത്. കാരണം ഇതിന് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. കാരണം ഇത് കൂടുതലും സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് മറിച്ചിടുകയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് കളറൊക്കെ മാറിക്കിട്ടും, ഒരു ഡാർക്ക് കളർ വരും. കാരണം വെച്ചാൽ വലിയ ഉള്ളിയും മല്ലിച്ചപ്പും ഉള്ളതുകൊണ്ടാണ് ആ ഒരു കളർ, ഈ ഒരു കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, കൂടുതലും കാണാൻ ഭംഗി ഉണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് കൂടുതലും കഴിക്കാറ് ഈജിപ്ഷ്യന്മാർ. പൊരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.